ആ മുഖത്തിട്ടുള്ളൊരു തേപ്പ് കണ്ടില്ല, എന്താ തേപ്പല്ലേ, എൻ്റെ മോയ്സ്ചറൈസർ ആണ് തേക്കണത്. ഞാൻ എന്ത് ചെയ്യണം, അത് അവൾക്ക് വേണം. അങ്ങനെ അടുത്ത് തലയിൽ മുല്ലപ്പ് വെച്ച് കൊടുക്കാനായിട്ട് പറയണത്. ഞങ്ങൾ ഇന്നലെ പോയിട്ട് മുല്ലപ്പ് വാങ്ങിച്ചായിരുന്നു. അംഗൻവാടിയിൽ ഓണം സെലിബ്രേഷന് പോകുമ്പോൾ തലയിൽ വെച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതാണ് ആൾ ചോദിക്കണത്. അങ്ങനെ പാറുക്കുട്ടീനൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ധാവണിയിലോട്ട് കയറിയത്. കാരണം നമുക്ക് ആകെ ആഘോഷിക്കാനായിട്ട് ഈ ഒരു അംഗൻവാടിയിലത്തെ ആ ഒരു ഓണം സെലിബ്രേഷൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ കോളേജ് ലൈഫിൽ ഓണം എന്നൊക്കെ പറയുന്നത് കൊറോണ വെള്ളപ്പൊക്കം സീസണൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഓണ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ഓണം, വീട്ടമ്മമാർക്ക് പിന്നെ ഓണമൊന്നും ഇല്ലല്ലോ. പിന്നെ അങ്ങനെയാണ് നമ്മുടെ പാർക്കുട്ടി വഴി നമുക്ക് അംഗൻവാടിയിൽ ഓണ സെലിബ്രേഷൻ ആഘോഷിക്കാൻ പറ്റിയത്. പക്ഷേ ഞാനത് ആവണിട്ട് വന്നപ്പോൾ ഇവിടെ ഒരൊറ്റ ആൾ ഹെവി ആയിട്ട് ഒരുങ്ങി വന്നിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് 3G ആയി പോയി. എന്നാലും ഞാൻ പിന്നെ അങ്ങോട്ട് എന്താ പറയുക, എൻ്റെ മൈൻഡ് മൊത്തം കട്ടായി. പിന്നെ വീട് തൊട്ടപ്പുറത്തായതുകൊണ്ട് തന്നെ എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം എന്നുള്ളൊരു ചിന്തയായിട്ട് മൈൻഡിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കൊക്കെ അമ്മമാരൊക്കെ വന്നപ്പോൾ അത്യാവശ്യം അവരൊക്കെ ഒരുങ്ങി തന്നെയാണ് വന്നത്. പിന്നെ നമ്മുടെ ധാവണീസും സാരിയും ഒന്നും ചുറ്റിയിരുന്നുള്ളൂ. എന്നാലും ചുരിദാറൊക്കെ ഇട്ട് മുല്ലപ്പൊക്കെ ചൂടിയിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊരു ആശ്വാസം വന്നു. അങ്ങനെ ഞാനും പാറും കുറച്ച് നേരമൊക്കെ നിന്നു. അപ്പോൾ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇട്ട് ഒരുങ്ങി വന്നത്. ഓണ സെലിബ്രേഷനായിട്ട് തലയിലൊക്കെ ഒരുപാട് മുല്ലപ്പൊക്കെ വെച്ച് നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതേ പാർവതിക്ക് പിന്നെ പാടില്ലാതിരുന്നുകൊണ്ട് അവൾ സാധാരണ ഒരു ഉടുപ്പിട്ടിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പാർക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ പാർവതി. അവൾക്ക് പിന്നെ വയ്യായികേട് ഇതുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കളിക്കാനൊന്നും വലിയ ഉഷാറുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചേച്ചിമാർ അവിടെ വരെയൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പൂ വരിയാൻ തുടങ്ങിയായിരുന്നു കേട്ടോ ഒന്ന് ജമന്തിയൊക്കെ. അപ്പോൾ ചേച്ചിമാരാണ് പൂക്കളൊക്കെ ഇട്ടത്. അപ്പോൾ അതേ പിള്ളേർ അതൊക്കെ കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റും പോയിട്ട് ഇരിക്കണം. ഡാൻസറിനോട് ഇരിക്കണുണ്ട് കേട്ടോ. ആരും ഒന്നും പറഞ്ഞതനുസരിക്കാണ്ടൊന്നും ഇരിക്കണില്ല. അവർ നല്ല നല്ല കുട്ടികളിട്ട്. പിന്നെ ഞാൻ അവിടെ വെറും ചെന്ന് പൂക്കൾ ഇടുന്ന പോലെ അഭിനയിക്കണതാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് വീഡിയോയിൽ പിടിക്കാൻ വേണ്ടി. അല്ലാണ്ട് ഞാൻ പരിശ്രമിച്ചിട്ടൊന്നുമില്ല കേട്ടോ പൂക്കൾ ഇടാനായിട്ട്. പൂക്കൾ അരിഞ്ഞു കൊടുത്തു. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കളമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്തവണത്തെ ഓണക്കളം ഇതാണ് കേട്ടോ ഞങ്ങളുടെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പിള്ളേർക്ക് സദ്യ വിളമ്പി തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പിന്നെ അധികം ഒന്നും കഴിക്കുകയൊന്നും ഇല്ലല്ലോ. എന്നാലും നമ്മളൊരു ഓണത്തിൻ്റെ സദ്യ പാറു നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പപ്പടമൊക്കെ കൂട്ടിയിടുന്നത് എല്ലാവരും എണീറ്റ് പോയിട്ട് അവൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാനായിട്ട് നമ്മൾ പൂക്കളത്തിൻ്റെ സൈഡിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുപ്പിക്കാനായിട്ട്. അപ്പോൾ പാർവതിക്ക് വയ്യാതെ ഇരുന്നുകൊണ്ട് അവൾ അങ്ങോട്ട് പോയത് കൊണ്ട് എന്നെ പാറുവിൻ്റെ അടുത്ത കൂട്ടുകാരത്തിനെ കിട്ടി. പിന്നെ ഞാൻ അംഗൻവാടിയിലോട്ട് അങ്ങനെ അധികം വരാറില്ലാതിരുന്നുകൊണ്ട് എനിക്ക് അങ്ങനെ പിള്ളേരുടെ പേരൊന്നും അധികം ഒന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ പോയപ്പോഴാണ് പിള്ളേരുടെ പേരൊക്കെ പഠിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു കണക്കിന് നമ്മൾ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുക.